എന്താണ് അവാർഡ് അടിച്ചിരിക്കുന്നത്? എന്തുണ്ടാക്കാ മോളെ? ഇത് തിനന്തി, തിനാരി, മന്തി സ്റ്റൈല് തിനന്തി. എൻ്റെ മക്കള് റെഡിയായി നിൽക്കണല്ലേ. ഇപ്പൊ താമസിച്ചാ നമ്മൾ വരാൻ? ഇല്ല ഇല്ല. ഇപ്പോഴേ മോളെ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനി എല്ലാം വേണം അമ്മായി. സവാള വേണം, തേങ്ങ വേണം, ഇഞ്ചി, വെളുത്തുള്ളി. എന്താണ് അവാർഡ് അടിച്ചിരിക്കുന്നത്? തേങ്ങ എൻ്റെ മാളക്കുട്ടി ശരിയാക്കും. മുഖം നോക്കിയാ വേണ്ടേ? ഇന്ന് നേരെ പോയി. അപ്പോൾ നമ്മളെ പണി നമുക്ക് ചെയ്യാണ്ട്. ശരിയാക്കണം. പോട്ടെ ഞാൻ.
വീതിയുള്ള ഒരെണ്ണം എടുക്കാത്തുള്ളൂ. കുറച്ചില്ല. ഇതെങ്ങനെ മുറിക്കാൻ ചേച്ചി? അങ്ങനെ തന്നെ. ഇതെന്തിനാ? ഇത് കഴിക്കാൻ. ഇത് അത് ബിരിയാണിയിലിടാൻ. നീ ഇത് മാറ്റി വെച്ച് സമാധാനമായിട്ട് ഇത് ഊരിക്കാം. അത് ആദ്യം കഴിക്കാം. അവിടെ വെക്കേ. കാജു കദളി. കാജു കദളി തിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിച്ചിട്ടുള്ളത് എന്തോ ഇതേ രുചിയുള്ള സാധനം നമ്മളെന്തോ കഴിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് കൊള്ളൂല. എനിക്കിഷ്ടം. വെറുതെ അമ്മായി തർക്കിക്കണ അമ്മായി. നന്ദി തന്നെ തിന്നോ ഇഷ്ടമുള്ള സാധനം. നവന് ചേച്ചി തിന്നോ? തിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞ തിന്നെ. വേണ്ടെന്ന് പറയാം. കേട്ടാ പോവാന്ന്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. എന്നെ കണ്ണിരുട്ടി നോക്കണോ? എന്താ കണ്ണി? എൻ്റെ കണ്ണ അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ല ചേച്ചി. ചേച്ചി കണ്ണുണ്ടോ? അതുകൊണ്ട് എനിക്ക് ദൈവം ഇങ്ങനത്തെ കണ്ണാണ്. നിങ്ങളൊക്കെ ഇരുന്ന് കഴിക്കും. ഞാൻ പോയി വേണ്ടേ? ഞാൻ എൻ്റെ പരിപാടി നോക്കട്ടെ. മാതള ഉരിച്ചിട്ടു കേട്ടോ. ഞാൻ ഇവിടെ നിനക്ക് ഒരു കൂട്ടിന് വേണ്ടി ഇരിക്കണോ? എന്നാ പോട്ടോ. സാരിയിൽ കറയാവല്ലേ അമ്മായി? ഇന്ന് നമുക്ക് ആ മാളുവിനെ കൊണ്ട് അരപ്പിക്കാം അമ്മായി. മാളു എടുത്തേ. മാളു എന്തെടുക്ക? നല്ല 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 ഇലയല്ല പിച്ചിട്ടെ. ഇതിന്നോ? അമ്മായി ആ ഇഞ്ചി ഉരിച്ചു വെച്ചിരിക്കുന്ന എടുത്തോണ്ട് വരുമോ? ഇല മാത്രം ഇട്ടാ മതിയോ? ആ ഇല മാത്രം മതി, തണ്ട് വേണ്ട. ആ ജീരകം ഇഞ്ചി കണ്ടിട്ട് ആ ജീരകവും അതിനാണ്ട. അയ്യോ, ഇത് തൈരാണോ പാലാണോ? തൈര്. എന്തുണ്ടാക്കാനാ പോണേ? ഇത് തിനന്തി. എന്ത് സാധനം? ഇരുട്ടിക്കൊണ്ട് വരയില്ലേ? എന്താ ഇരുട്ടിക്കൊണ്ട് വരയില്ലേ? തിനന്തി എന്താ? ഇതെന്തരി? ഇത് തിന. ഇത് മറ്റേ പക്ഷിക്കത്തെ കൊടുക്കുന്ന സാധനമല്ലേ? അതല്ല ഇത്. പിന്നെ പക്ഷി കൊടുക്കണല്ലേ തിന? ഇത് അതല്ലല്ല, ഇത് വേറെയാണ്. ഇത് ഡയറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അരിയാട്. ചേച്ചി ഡയറ്റ് ചെയ്യാൻ പോണോ? ഓ, ഇന്നത്തെ ഒരു ദിവസം ഞാൻ കഴിച്ചിട്ട് ആ തന്നെ പക്ഷി കൊടുക്കണത്. ഇത് പഷ്ണി കിടക്കണവർക്ക്. ഇതൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഇത് കഴിച്ച് മെലിയാൻ പോണം. ഇത് കഴുകിയൊന്നും വേണ്ടേ? അപ്പോൾ ആ, ചിലവർ കഴുകും, ചിലവർ കഴുകാണ്ടെടുക്കും. നമ്മളിപ്പോൾ കഴുകാണ്ടെടുത്ത്. കുഴപ്പമുണ്ടോ? ഈ ജന്മത്തെ ചേച്ചി ഉണങ്ങി കാണാൻ പറ്റില്ല എന്നർത്ഥം. ഓ, ഞാൻ ഉണങ്ങിയിട്ട് ഇത്രയും തിന്നുന്ന ഞാൻ പിന്നോട്ട് ഉണങ്ങാൻ സമ്മതിക്കുകയില്ല. നമ്മൾ നല്ല ഫുള്ളിങ് ആണ്. ഞാനിത് വറക്കുമ്പോഴേക്കും നീ എനിക്കിത് അരച്ചു തരുമോ? ഓ, നന്നായിട്ട് അരക്കണേ. ഞാൻ അരക്കണോ? വേല
അമ്മായി ഓ വെള്ളം ഒഴിക്കാവോ? ഓ അത് മൊത്തത്തിൽ ഒഴിച്ചോ അമ്മായി. അത് അങ്ങനെ എടുത്ത് ഒഴിച്ചാലേ എൻ്റെ മൂക്കിൽ വന്ന് ഉപ്പിടട്ടെ. ഇതാ കറക്റ്റ് ടൈമിലാണല്ലോ എത്തിയേ. എങ്ങനെയുണ്ട്? എന്ത്? അതല്ലെങ്കിൽ ഇത്ര അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് അറിയിപ്പിച്ചേ. ഇങ്ങനെ ഇരിക്കുന്നു, ചട്ടണി പോലെ ഇരിക്കുന്നു. ഉണ്ട് ഇട്ടേ അങ്ങനെ വരച്ചു. രാഗത്ത് തെറിച്ചാ? ഇല്ല, തെറിച്ചില്ല. ഭാഗ്യം. ഞാൻ അത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടേ വെപ്രാളം കാണിച്ചതാ. ഇത് വേണ്ട ഇഞ്ചി? വേണ്ട, എല്ലാം അരച്ചല്ല. ഈ പേസ്റ്റ് ഇതിൻ്റെ അടുപ്പിൻ്റെ അടുത്ത് വെച്ചേക്കും. ഉഴുതാനൊന്നുമില്ല. മതി, പൂരം മതി. ചിക്കൻ പെറുക്കിടാൻ ആഗ്രഹമുണ്ടോ മാളു? ചിക്കനായിരിക്കും. ചിക്കൻ നമ്പർ 1. വേഗം ഇട്ടോ, ഓരോന്നോരോന്നല്ല, എനിക്ക് ഇളക്കണം. സ്പൂൺ ഇട്ടേ? എങ്ങനെ വേണമെങ്കിലും ഇട്ടോ, വേഗം ഇടണം. തൈരായി സ്പൂൺ ഇട്ട് ഇട്ടോ കുഴപ്പമില്ല. ഇല്ല ഇട്ടോ. അതിലായാലും ഒന്നേ കയറണുള്ളൂ അല്ലേ? നിങ്ങൾ മൊത്തത്തിൽ കമത്തി ഇട്ടോ പെണ്ണേ. ശരിയാണല്ലോ. ഇനിയുണ്ടോ? അമ്മായി കുറച്ച് സ്വല്പം വെള്ളം. ഇത് ഈ ഗ്രേവിയിലിട്ടോ വെള്ളം. നന്ദി. മണ്ണം കുറച്ച് വെള്ളം കൊണ്ടുവരേ. ഇത്രയും പോരെ? ഇത്രയും മതി അമ്മായി? അതെ, എന്നാലും ഇരിക്കിട്ട് വേണമെങ്കിലോ. അപ്പം ഓക്കെ. ഇളക്കണ്. കുറച്ച് വെള്ളം വേണം അമ്മായി. വെള്ളം വേണം അമ്മായി. ഓക്കേട്ടോ. ഇതട്ടെ? മതി. ഞാൻ പറഞ്ഞേ ആവുന്നു. അരി ഇട്ടോ മാളു. അരിയല്ല, ചോറ്. കുടഞ്ഞിടാൻ പറ്റില്ല നിനക്ക്? കുടഞ്ഞിടാൻ പറ്റുമോ? ചൂടാണോ? ചൂട് മാറി പറ്റുമോ? ഇതുകൊണ്ട് പിടിച്ചു. ഇവിടെ മുതലേ അങ്ങനെ കുടഞ്ഞിടും. നിക്ക്. അമ്മായി കുറച്ച് മല്ലിയിലയും പുതിനയിലയും മാതള നാരങ്ങ വെത്തറിക്കോ. മാതള നാരങ്ങയല്ല, മാതള. മാതളം. എന്റെ പൊന്നോ. ഇട്ടോ, സ്പ്രെഡ് ചെയ്തിട്ടോ. കുറച്ചും കൂടെ ഉണ്ട്. ലാസ്റ്റ് ഇടാം. മതിയാ? നിക്ക്, ലാസ്റ്റ് ഇടാം. ഇട്ടോ മാളു. തവി.
എന്തെന്നാ മാളു ഇത്? എന്തെന്നാ ഇത് എന്തെന്നാ പറ. തീറ്റ ഒറ്റടി വെച്ചു. ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞല്ല. മുറ്റേ വറ്റേ തിനന്തി. തിനന്തി തിനന്തി. തീറ്റ തിനാരി. മന്തി സ്റ്റൈല്. അപ്പൊ തിനന്തി. ഓ മന്തി എന്ന് പറഞ്ഞാ പോരെ. അത് മാധ്യമജത്തേക്ക് മന്തി എന്ന് പറഞ്ഞാൽ അല്ല തിനമന്തി എന്ന് പറഞ്ഞാ പോരെ. ഞാൻ വിതറട്ടെ. ആ വിതറിക്കും. മല്ലിച്ചീര പൊതിനില്ല കേട്ടോ അമ്മായി. നല്ല ഭംഗിയില്ലേ? മതി. പിന്നെ പാത്രത്തിൻ്റെ പക്കത്ത് വയ്ക്കാം. അറിക്കോളൂ. 2 ഉള്ളിയും കൂടെ വേണമായിരുന്നല്ലേ? ഇനി 2 സൈഡിലോട്ട് വയ്ക്കും. കുറച്ച് നേരം ഇത് വിട്ടിരുന്ന് ദമ്മാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാലോ. ഓക്കെ, ഞാൻ വരാം. എന്താ മോളു? 2ാമത്തെ പ്ലേറ്റ് ആയതുകൊണ്ട് ലക്കി നമ്പർ 2. അമ്മായി ഇല തുടയ്ക്കുന്ന പോലെ പ്ലേറ്റ് തുടങ്ങി. നമ്മൾ സദ്യക്ക് പോകുമ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കൂലേ? പോയത് നമ്മളെ കൊണ്ടുപോകാത്ത കല്യാണത്തിന് പോയിട്ട് നടന്നില്ല ഞാൻ. അന്ന് എന്തായിരുന്നു? ബീഫായിരുന്നോ? സദ്യക്ക് ബീഫാ? അല്ല, ഫുഡ് എന്തായിരുന്നു? സദ്യ അല്ല ചേച്ചി, കല്യാണത്തിന് മാത്രമല്ലല്ലോ പോയത്, ബാക്കി കുറേ പോലെ ഹാൽദി അത് ഇത് കൊണ്ടോ കുറച്ചൊക്കെ. ആ അത് നിന്നെ വെറുതെ കൊതിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ടായിരുന്നു. കപ്പ വേണ്ട, ബീഫ്, മീൻകറി, അപ്പം, ചില്ലി ചിക്കൻ. കാലിടട്ടെ? ഇവിടെ ഇട്ടോ ഇടട്ടെ? അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ചേച്ചി. അപ്പുറത്തൊരു ബഹളം കേൾക്കുന്നുണ്ടല്ലോ. സന്തോഷം ഇന്ന് നേരത്തെ വീട്ടിൽ കയറുന്ന തോന്നാം. അത് സന്തോഷിനൊന്നും നല്ല സന്തോഷം ഉണ്ടായപ്പോ നേരത്തെ വീട്ടിൽ കയറി. എന്താ അമ്മ ഇഷ്ടപ്പെട്ടില്ലേ? നിനക്കാ മാളു? ഒരു വെറൈറ്റി ചേച്ചി അല്ലേ? ആ അമ്മായി ഒരു വെറൈറ്റിയിൽ പെടുത്തമ്മായി. പെടുത്തി കഴിഞ്ഞല്ലോ. മാതളം ഇട്ടപ്പോൾ നല്ല രസമുണ്ടല്ലേ? കാണാൻ നല്ല ഭംഗി, മുത്തുമണികളാണ്. മാതളം ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ബിരിയാണിയിൽ ആരും സാദാ ജീരകം ഇടൂലല്ലോ. ആ സാദാ ജീരകം കടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് കിട്ടിയാ? എനിക്ക് കിട്ടി. കിട്ടിയില്ലേ? എനിക്ക് ആ ഫ്ലേവറും ഇഷ്ടപ്പെട്ടു. ബിരിയാണിയിൽ എല്ലാവരും പെരുംജീരകം അല്ല കേട്ടോ, സാദാ ജീരകം.